ടൈം അപ്പ് ആയിട്ടുണ്ട്. ദേ പ്രസംഗം നിനക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോളുക. മിനിമം ഹലോ 4 മിനിറ്റ് ആണ്. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ദുവാ മറിയം. എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്. ശരിക്കും പറഞ്ഞാല് വലിയ പ്രാസംഗികയൊന്നുമല്ല, വെറുതെ ഒന്ന് ഇതിലേക്കൊന്ന് പങ്കെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് പേര് പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു 4 മിനിറ്റിലോ അല്ലെങ്കിൽ 7 മിനിറ്റിലോ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റ്. അപ്പോ എന്തായാലും എന്റെ അക്ഷരങ്ങള് അല്ലെങ്കിൽ എന്റെ വാക്കുകൾ പിഴയ്ക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒരു വിഷ് ചെയ്തുകൊണ്ടും ഞാൻ തുടങ്ങുകയാണ്. കേരളത്തിൽ ഏകദേശം ഒരു മാസം 35,000 കിലോ പാൻ മസാല ചെലവാകുന്നുണ്ടെന്നുള്ള ഒരു കണക്കുണ്ട്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ടാകും. ലഹരിക്ക് അടിമപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികള് ഒരുപാട് ഹലോ വെയിറ്റ് ദുരന്തങ്ങളിലേക്ക് തുടങ്ങിയോ? പോയിക്കൊണ്ട് ടൈമർ ഓൺ ആയിട്ടില്ല. അത് പറഞ്ഞില്ലല്ലോ. തുടങ്ങിക്കോ. ഓക്കെ, നമസ്കാരം. ഞാൻ വീണ്ടും എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ദുവാ മറിയം, നാട് ട്രിവാൻഡ്രത്താണ്. വലിയ പ്രാസംഗികയൊന്നുമല്ല, എങ്കിലും പ്രശസ്തനായ പ്രാസംഗികൻ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ അദ്ദേഹം 15,000-ഓളം പ്രസംഗങ്ങള് വേദികളിൽ പങ്കിട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ വാക്കുകൾ, ഓരോ പ്രസംഗത്തിലും എന്റെ വാക്കുകൾ പിഴയ്ക്കാതിരിക്കട്ടെ. ഈ 7 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന ഒന്നാണ് കുടുംബം. അപ്പോ ഒരു വ്യക്തി സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നു വരണമെങ്കിൽ ആദ്യം കുടുംബം നന്നായിരിക്കണം. ശരിക്കും ഒരു കുടുംബം ശിഥിലമാകപ്പെടുമ്പോഴാണ് അവിടെ മറ്റുള്ള ലഹരികളാവട്ടെ, ചീത്ത കൂട്ടുകെട്ടുകളാവട്ടെ കുട്ടികളിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോ നമ്മുടെ കുടുംബം ശരിയല്ലെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്നും മറ്റുള്ള വഴികളിലേക്ക് തിരഞ്ഞ് അവരുടെ സമാധാനവും സന്തോഷവും അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന പലയിടങ്ങളിലേക്കും എത്തപ്പെടും. അങ്ങനെ എത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലഹരി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചു പ്രായത്തില് നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടം അല്ല ഇപ്പോ. ശരിക്കും നമ്മൾ പണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും എന്തിനേയും ഭയപ്പെട്ടിരുന്ന ഒരു കാലമാണ്. പക്ഷെ ഇന്ന് കൈക്കുള്ളിൽ മൊബൈൽ ഫോൺ, അതിനുള്ളിൽ തന്നെ ഏതെല്ലാം വഴികളിലൂടെ ഒരാൾക്ക് മോശമാക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രസംഗത്തിലൂടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്റെ അറിവിലുള്ള ഒരു ചെറിയ കഥ ഞാൻ പറയാം. അത് എന്റെ ഏറ്റവും അടുത്തുള്ള ഒരു റിലേറ്റീവ് ആണ്. അപ്പോ അവൻ ചെറുപ്രായത്തിൽ അവന്റെ ജീവിതം മാത്രമല്ല, അവൻ ചെറിയ പ്രായത്തിലെ തന്നെ ജീവിതം കൊടുത്തൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയിലൂടെ അവനുണ്ടായ 3 കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കണം, നമ്മൾ ഓരോ ലഹരിക്കും അടിമപ്പെടുമ്പോ ആ ലഹരിയിലൂടെ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മളെ മാത്രമല്ല, നമുക്ക് വേണ്ടി ജീവൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സർവ്വവും കളഞ്ഞ നമ്മുടെ രക്ഷിതാക്കള്. ഇത് ഈ ഒരു സമൂഹത്തിനോട് എത്രത്തോളം പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങളിൽ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ പോലും അറിയപ്പെടാതെ പല ലഹരികളും ഉണ്ടാവും. നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും, നമുക്ക് നന്നായിട്ട് പാട്ട് ആസ്വദിക്കാൻ കഴിയും, അങ്ങനെ എന്തെല്ലാം തരം ലഹരികളുണ്ട്. പക്ഷെ ആ ലഹരികളെ തിരിച്ചറിയാതെ ഇന്നത്തെ ഒരു യുവതലമുറ ശരിക്കും മുന്നോട്ട് പോകുന്നത് MDMA, കഞ്ചാവ്, അങ്ങനെ പല വിധത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ്. എന്തുകൊണ്ട് നമ്മുടെ ലൈഫ് തോറ്റു എന്ന് തോന്നുന്നിടത്ത് നിന്ന് നമ്മുടെ ജീവിതത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുക്കാം എന്ന് വാശിയോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു അച്ചീവ് ചെയ്തുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് എത്തപ്പെട്ടുകൊണ്ട് ആ വിജയത്തിന് മുന്നിൽ നമ്മളെ തോൽപ്പിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പില് ജയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ലഹരി ആസ്വദിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അത് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബം ശരിയല്ലാതാവുമ്പോഴാണ്. ഓരോ കുടുംബത്തിൽ നിന്നുമാണ് ഓരോ നല്ല മനുഷ്യനുണ്ടാവുന്നത്. ശരിക്കും നമ്മുടെ ലൈഫാണ് നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. ജീവിതത്തിന് നമ്മൾ എപ്പോഴും വാശിയോടെ കാണണം. നമ്മളിപ്പോ എത്രത്തോളം എന്തൊക്കെ പ്രസംഗിച്ചാലും ഇനിയും ഈ ഒരു സമൂഹത്തില് ലഹരി വളർന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന 55 56 പേര് ഇവിടെ ഇരുന്ന് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടത് കൊണ്ട് ഈ സമൂഹം നന്നാണോന്നില്ല. ശരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ഒരു നേരത്തെ ആഹാരം കൊടുത്തു. ഞാനപ്പോ ഇവിടെ വന്നൊരു കമന്റ് ഇട്ടു. ദൈവം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് നിറച്ചു കൊടുക്കാൻ പറ്റുന്നത് പണം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും രുചിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വിശപ്പാണെന്ന് ഞാനും പറയും. ആ വിശപ്പിനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റി.
ഒരു നേരമെങ്കിൽ ഒരു നേരം, അതും ഒരു ലഹരിയാണ്. ആ ലഹരി ഇവിടെ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. അതും മനുഷ്യന്റെ ഒരു ലഹരിയാണ്. നല്ലതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ലഹരികളും നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റണം. അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന നല്ല നല്ല ലഹരിയിലേക്ക് നാളത്തെ നമ്മുടെ യുവതലമുറ നയിക്കപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. നല്ല ലഹരികൾ ഇതൊക്കെയാണ്. പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുക, അറിവില്ലാത്തവർക്ക് നമ്മളിൽ നിന്നും അറിവുകൾ പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് ശരിക്കും ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ ലഹരി. നമ്മൾ തോറ്റു എന്ന് തോന്നുന്നിടത്ത് നിന്നും ജയിക്കാനായിട്ട് ഒരു വാശി ഉണ്ടാവുക, അതും ഒരു വലിയ ലഹരിയാണ്. അങ്ങനെ നമ്മളിലൂടെ ചെറിയ ചെറിയ ലഹരികള്, നല്ല ലഹരികള് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കഴിയട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാസംഗികയൊന്നുമല്ല, എങ്കിലും ഈ പ്രസംഗത്തിൽ നിന്നും എന്തെങ്കിലും ആർക്കെങ്കിലും നല്ലൊരു വഴിത്തിരിവിലേക്ക് പോകണം, ഞാൻ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ എന്നിലും ഒരു തെറ്റുണ്ട് എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് നല്ലതിലേക്ക് തിരിയാം. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളാണ് നമ്മുടെ ലഹരി. ആ നേട്ടങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തപ്പെടാൻ പറ്റട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നന്ദി, നമസ്കാരം. താങ്ക് യു ദിയോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോ ഞാന് ഇപ്പോ തന്നെ ജഡ്ജിമാരുടെ അഭിപ്രായത്തിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർക്ക് അതൊരു ഇതുണ്ടാവും. കാരണം അഭിപ്രായം തന്നെ 11 പേരെയും മൈക്കിൽ ഇരുത്തിയിട്ട് ആദ്യം മുതൽ ജഡ്ജസ് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ദുവ. ഇപ്പൊ മൈക്കിൽ ഇട്ട് ചെയ്യാം. അപ്പോ അടുത്ത വ്യക്തിയെ നമ്മൾ കണ്ടെത്തുന്നത് വരെ ജസ്റ്റ് മേലിലോട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള 1 മിനിറ്റ് ടൈമാണ്.